നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തായാലും ഒരു അയൽവാസി വിളിച്ചിരുത്തിയ ഒരു സമ്മേളനം. അച്ഛനൊന്നും നിന്നേ. അച്ഛനോടാ ചോദിച്ചേ? അത് മോനെ, നാളത്തെ കേസിന്റെ കാര്യം, നമ്മുടെ വീടിന്റെ കാര്യേ, അത് ഇവരോട് പറയാൻ വന്നതാ. നമ്മുടെ വീടല്ല, എന്റെ വീട്. ആ, അത് തന്നെ. എന്താ അത് തന്നെ? കേസ് പിൻവലിക്കണം ഇവരോട് പറഞ്ഞ് ഇവരുടെ മനസ്സ് മാറ്റാൻ വന്നതല്ലേ? അതൊന്നും അല്ല ചേട്ടാ. സത്യത്തിന്റെ കാര്യമൊന്നും നീ മിണ്ടണ്ട. അതല്ല ചേട്ടാ. ജയ, നീ ഒന്നും മിണ്ടാതിരിക്കെ. അവൻ എന്നോടല്ലേ ചോദിച്ചത്, മറുപടി ഞാൻ പറഞ്ഞോളാം. ഹരി, ഈ കേസും കോടതിയും ഒക്കെ നീയും നിന്റെ ചെറിയച്ഛനും തമ്മിലുള്ള കാര്യം, അതേക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. സെന്റിമെന്റ്സ് വിളമ്പാനുള്ള പുറപ്പാടാണല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങളങ്ങ് വീണ് പോകുന്നു. നിങ്ങളുടെ ഭർത്താവ് രാജപ്രതാപൻ ക്ലാസ് എടുത്ത് വിട്ടതായിരിക്കും. നിർത്തിക്കോ. ഹരിയോട് പറഞ്ഞു നോക്കി, അവൻ സമ്മതിക്കുന്നില്ലെന്നോ മറ്റോ ആ രാജപ്രതാപനോട് പോയി പറഞ്ഞേക്ക്. നിങ്ങളിപ്പോ അനുഭവിച്ച് ആനന്ദിക്കുന്ന ആ വീട് എന്റെ അച്ഛന്റെ നിരന്തര പ്രയത്നം കൊണ്ടുണ്ടാക്കിയതാ. ദേ, ഈ മനുഷ്യന്റെ രക്തമാ വീട്. എല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന ഈ പാവം മനുഷ്യന്റെ വേർപ്പാ വീട്. വിടില്ല ഞാനത്. ഈ കേസിൽ ജയിച്ച് ഞാനത് തിരിച്ചു പിടിക്കും. ചെന്ന് പറഞ്ഞേക്ക് നിങ്ങളുടെ ആ രക്തദാഹിയോട്. മോറങ്ങോട്ട്. ശോഭേ, ഹരി പറഞ്ഞത് കേട്ട് വിഷമിക്കരുത്. സാരമില്ലെന്നേ, അവൻ അവന്റെ ഭാഗം പറയണ്ടേ. ആ, അതവിടെ നിക്കട്ടെ. ഏട്ടാ, പെണ്ണിനെ കാണുന്ന കാര്യത്തില് നാളെ നമ്മൾ എന്ത് ചെയ്യണം? അവൾ ഇങ്ങോട്ടൊന്നും വരണ്ട ശോഭേ. നമുക്ക് അവളെ പുറത്തെവിടെങ്കിലും വെച്ച് കാണാം. ആ, പാലത്തിങ്കൽ ക്ഷേത്രത്തിലേക്ക് വരാൻ പറ. ഞങ്ങളും വരാം. ആ, ശരി അമ്മായി. ശരി ഏട്ടാ. ശോഭ മേഡാണല്ലോ. ഹലോ മാഡം, സുഖാണോ? ഒരു സുഖമില്ല ആതിരെ. അയ്യോ, എന്തു പറ്റി മാഡം? നീ എന്നെ മറന്നില്ലേ? അത് തന്നെ കാര്യം. ആര് പറഞ്ഞു മാഡം മറന്നൂന്ന്? പിന്നെന്താ ആതിരെ നീ ഈ വഴിക്കൊന്നും വരാത്തത്? അത് ഞങ്ങള് വെള്ളം കൊണ്ടുവന്ന് തരണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാ. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ആ, ദേഷ്യായിരിക്കുന്നു ഞാൻ കരുതി. നീ പിന്നെ ഒന്ന് ഫോൺ ചെയ്തത് പോലും ഇല്ലല്ലോ. വന്ന് കാണണമെന്നൊക്കെ ഉണ്ട് മാഡം. പക്ഷേ മനീഷ കണ്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി. മനീഷ എന്തെങ്കിലും പറയും, അതിന് ഞാൻ എന്തെങ്കിലും മറുപടിയും പറയും. അല്ലാതെ ദേഷ്യം കൊണ്ടൊന്നും അല്ല മാഡം. എന്നോട് സ്നേഹമുള്ളവരെ ഒരിക്കലും ഞാൻ മറക്കില്ല. വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വരാം. ഇപ്പോഴൊന്നും വരണ്ട അതിരെ. എന്നോട് ദേഷ്യമില്ലെങ്കിൽ നാളെ നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴിയില് റേഷൻ കടയുടെ അപ്പുറത്തൊരു ക്ഷേത്രം ഇല്ലേ, അവിടെ ഒന്ന് വന്നാ മതി. നേരിട്ട് കണ്ടിട്ട് ചിലത് പറയാനുണ്ട്, അതുകൊണ്ടാ. നാളെ രാവിലെ അർജന്റ് ആയിട്ടുള്ളൊരു ജോലിയുണ്ട്. അത് കഴിഞ്ഞൊരു 10 മണിയോടെ വന്നോളാം മാഡം, പോരെ? ആ, മതി. 10 മണിക്കൊക്കെ മതി. പക്ഷെ തീർച്ചയായിട്ടും വരണം. നീ വരുന്നത് വരെ ഞാൻ അവിടെ കാത്തു നിൽക്കും. എന്നാ ശരി, നാളെ നമുക്ക് പാലത്തിങ്ക ക്ഷേത്രത്തിൽ വെച്ച് കാണാം. ഓക്കെ? അമ്മ എന്താ കിച്ചണിൽ വന്ന് രഹസ്യമായിട്ട് സംസാരിക്കുന്നേ? ആരോടായിരുന്നു രഹസ്യ സംഭാഷണം? ഭാഗ്യം, ആതിരയാണെന്ന് ഇവൾ അറിഞ്ഞില്ല. എന്താ അമ്മേ ചോദിച്ചതിന് മറുപടി പറയാതെ അന്തം വിട്ട് നിൽക്കുന്നേ? ആ, ഞാൻ ആരോട് രഹസ്യം പറയാൻ വന്നതൊന്നുമല്ല. ഗ്യാസ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. ഗ്യാസ് ബുക്ക് ചെയ്യാൻ ഇത്രയും നേരോ? രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ നിന്ന് ഒരു കോള് വിട്ടാ മതിയല്ലോ, ഓട്ടോമാറ്റിക് ആയിട്ട് ബുക്ക് ആവുമല്ലോ. നീ എന്താടി എന്നെ ചോദ്യം ചെയ്യണോ? നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ എനിക്കെന്താ? അമ്മ എവിടേക്കാ ഓടുന്നേ? അമ്മ ആരോടാ സംസാരിച്ചെന്ന് ഞാൻ കൃത്യമായിട്ട് പറയട്ടെ. ആ പിശുക്കനോടല്ലേ അമ്മ സംസാരിച്ചേ? അവനോട് ഞാനെന്തിനാ സംസാരിക്കുന്നെ? പറയാൻ ഒരുപാട് വിശേഷങ്ങളുണ്ടല്ലോ. നാളത്തെ കേസ് തന്നെ ഒരു വിഷയം. മനീഷ, കേസ് ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. അതൊക്കെ അവന്റെയും നിന്റെ ഡാഡിയുടെയും കാര്യം. നീ ചെല്ല്. അല്ലെങ്കിൽ പിന്നെ വല്യച്ഛനെ വിളിച്ച് അയാൾക്ക് പെണ്ണ് നോക്കുന്ന വിഷയമായിരിക്കും അല്ലേ? എന്റെ നാവിന്ന് സത്യം വീണ് കിട്ടാൻ പഠിച്ച പണി മുഴുവൻ നോക്കുന്നുണ്ട് ഇവള്.
ആ നീ എന്താന്ന് വെച്ച നിന്റെ തലയ്ക്കകത്ത് ചിന്തിച്ചു കൂട്ട്. ഞാനേതായാലും ഗ്യാസ് ബുക്ക് ചെയ്തത് തന്നെയാ. മാഡം ഗ്യാസ് വന്നിട്ടുണ്ട്. ആ ഞാനിതാ വരുന്നു. ഹഹാ, എന്താ കഥ? എന്തൊരു സൂപ്പർ എഫിഷ്യന്റ് സംവിധാനം. ഇതുപോലൊരു ഗ്യാസ് അടുപ്പ് വേറെ എവിടെയും കാണില്ല. ബുക്ക് ചെയ്ത അടുത്ത നിമിഷം തന്നെ ഗ്യാസ് ഡെലിവറി. നിങ്ങൾ പറഞ്ഞ നുണയെല്ലാം പൊളിഞ്ഞു പോയല്ലോ അമ്മേ. നാളെ ഡാഡി ഇവിടെ ഉണ്ടാവില്ല എന്നറിഞ്ഞിട്ട് വേറെന്തോ പ്ലാനിങ്. ഞാനത് കണ്ടുപിടിച്ചിരിക്കും. ഇത്രയും വലിയ പ്രശ്നങ്ങളിൽ പെട്ട് കഷ്ടപ്പെടുന്ന ഈ ചെറുമകന് എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കണമെന്ന് മുത്തശ്ശന് തോന്നില്ലേ? നോക്കൂ മുത്തശ്ശ, ഒരേ ഒരു കല്യാണം കഴിക്കുന്നതിന് ഞാൻ പെടുത്ത പാട് കാണുന്നില്ലേ? മുത്തച്ഛന്റെ ആത്മാവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലേ? ചോദിക്കാതെയും പറയാതെ ഇങ്ങോട്ട് വരല്ലെന്ന് എത്ര പറഞ്ഞാലും കേക്കില്ലല്ലേ? ആഹാരം കഴിക്കാൻ വിളിക്കാൻ വന്നതാ. വാതിൽ തുറന്നു കിടന്നു, കേറി ഇങ്ങി പോന്നു, അത്ര തന്നെ. അതെ അതെ, അത്ര തന്നെ. എന്നിട്ട് മുത്തച്ഛന്റെ ഫോട്ടോയിലേക്ക് നോക്കി നിന്നപ്പോ ഇത്തിരി നാണം വന്നു അല്ലേ? അത് നിന്റെ വ്യാഖ്യാനം. അത് വിട്, നീ ആഹാരം കഴിക്കാൻ വാ. വേണ്ട, എനിക്ക് വിശപ്പില്ല. നീ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചോ? അങ്ങനെ പതിവില്ലല്ലോ. ഞാനൊന്നും കഴിച്ചില്ല. പിന്നെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ അത് ഞങ്ങളോട് പറമോനെ. അല്ലാതെ ചുവരിൽ തൂങ്ങിക്കിടക്കുന്ന ഈ ചിത്രത്തോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ജീവനോടെ നിൽക്കുന്ന ഞാൻ പറഞ്ഞു തരില്ലേ പരിഹാരം? വീട്ടിലെ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം പറഞ്ഞു തരാനല്ലേ മുതിർന്നവരൊക്കെ ജീവനോടിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളിൽ നിന്നും പഠിച്ച പാഠങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരില്ലേ? പെണ്ണ് കാണാൻ പോയ വീട്ടില് അവളെന്നെ അപമാനിച്ചില്ലേ? അതിനുശേഷം എന്റെ മനസ്സാകെ ഒരു വല്ലാത്ത പിടച്ചില്ല അച്ഛമ്മേ. അതൊന്നും സാരമില്ലെന്നേ. കല്യാണവും പെണ്ണ് കാണലും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാ. പെണ്ണാണിന് വേണ്ടെന്ന് പറയും, ആണ് പെണ്ണിനെ പിടിച്ചില്ലെന്ന് പറയും. അതൊക്കെ സാധാരണമാ. ഒടുവിൽ നിനക്കുള്ള പെണ്ണ് നിന്നെയും അവൾക്കുള്ള നീ അവളെയും കണ്ട് കല്യാണം അങ്ങ് നടത്തും.